ദിവസവും പുതിയ ടിപ്സുകൾ ലഭിക്കുന്നതിന് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ ടിപ്സുകളുടെയും നോട്ടിഫിക്കേഷൻസ് മുടങ്ങാതെ നിങ്ങൾക്ക് കിട്ടുന്നതിന് ബെൽ ബട്ടൺ കൂടി അമർത്തുക. നമസ്കാരം. നമ്മളിൽ പലർക്കും ഉള്ള ഒരു ശീലമാണ് അലാം സ്നൂസ് ചെയ്തിട്ട് കിടന്നുറങ്ങുക. അതായത് ഒരു 10 മിനിറ്റ് കൂടി ഉറങ്ങിയിട്ട് എഴുന്നേൽക്കാം എന്ന ചിന്തയിൽ സ്നൂസ് ചെയ്യുന്ന ഒരു ശീലം നമുക്കൊക്കെ ഉണ്ട്. എന്നാൽ ഇതുകൊണ്ട് വരുന്ന ചില അപകടങ്ങൾ അല്ലെങ്കിൽ ഇതുകൊണ്ട് വരുന്ന ചില നെഗറ്റീവ് സൈഡ്സ് ആണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതായത് നമ്മുടെ തലച്ചോറിനെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണിത്. നമുക്ക് എന്തെങ്കിലും ജോലി ചെയ്യാനുള്ള ആ ദിവസത്തെ ഉത്സാഹം, നമ്മുടെ ക്രിയാത്മകത, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇതൊക്കെ കുറയ്ക്കുകയും അതോടൊപ്പം നമുക്ക് ക്ഷീണം വരുത്തുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ സ്നൂസ് എന്ന് പറയുന്നത്. തീർച്ചയായും ചെയ്യാൻ പാടില്ലാത്ത കാര്യം. ചിലർ 8-10 തവണയൊക്കെ സ്നൂസ് അടിച്ച് കിടന്ന് ഉറങ്ങാറുണ്ട്. ഒരുപാട് ഗവേഷണ ഫലങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ശരിക്കും ഈ സ്നൂസ് ബട്ടൺ അമർത്തുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ തലച്ചോറിൽ പറ്റുന്നതെന്ന് നോക്കാം. അതായത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഒരു 6 മണിക്കൂർ ഇങ്ങനെയല്ല, അത് ഓരോ സൈക്കിളായിട്ടാണ്. അതായത് അതിൽ ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഒരു ചക്രം എന്ന് പറയുന്നത് ഒരു 75 മുതൽ 90 വരെയുള്ള മിനിറ്റുകളുടെ ഉള്ളിലാണ്. ഇങ്ങനെയുള്ള ഒരു സൈക്കിൾ തീർന്നാൽ ഉടനെ അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ആവും. ഇങ്ങനെയുള്ള 3-4 സൈക്കിൾ നമ്മുടെ ഉറക്കത്തിൽ ഉണ്ടാവും. ഈ ഒരു സൈക്കിളുകൾക്ക് ശേഷം പിന്നീടുള്ള 2 മണിക്കൂർ നമ്മുടെ തലച്ചോർ ഉണരാനുള്ള തയ്യാറെടുപ്പിലാണ്. നമ്മൾക്ക് ഒരു 6 മണിക്കൂറിനൊക്കെ ശേഷം ഉണരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറ് ഉണരാൻ പ്രിപ്പയർ ചെയ്യുന്ന ടൈമാണ്. അപ്പൊ നമ്മൾ സ്ലീപ്പ് സൈക്കിളിലല്ല. അതായത് അന്നത്തെ ദിവസം എങ്ങനെ നേരിടണം അതിനുള്ള തയ്യാറെടുപ്പാണ് നമ്മുടെ തലച്ചോറ് ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ അലാം അടിക്കുന്നതും നമ്മൾ സ്നൂസ് ബട്ടൺ അമർത്തുകയും ചെയ്യുന്നത്. ഒരു 15 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് ഉറങ്ങാം എന്ന കണക്കൂട്ടലുകളിൽ നമ്മളിത് അമർത്തും. പക്ഷേ വീണ്ടും നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴത്തേനും നമ്മുടെ തലച്ചോർ ഈ നെക്സ്റ്റ് സ്ലീപ്പ് സൈക്കിളിലേക്ക് പോകാനാണ് പ്രിപ്പയർ ആവുന്നത്. അതായത് നമ്മൾ വീണ്ടും ഉറങ്ങണം എന്ന ചിന്തയിലോട്ടാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ തലച്ചോർ ഓട്ടോമാറ്റിക്കലി ഉണരുക അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ നേരിടുക എന്ന മോഡിൽ നിന്ന് മാറി വീണ്ടും സ്ലീപ്പ് സൈക്കിളിലേക്ക് പോകും. സ്ലീപ്പ് സൈക്കിളിലോട്ട് ബ്രെയിൻ പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ആ ഒരു കണ്ടീഷന് പറയുന്ന പേരാണ് സ്ലീപ്പ് ഇനേർഷ്യ. അതായത് ഉറങ്ങാൻ തന്നെ ടെൻഡൻസി ഉള്ള ഒരു കണ്ടീഷനായിരിക്കും. അപ്പം നമ്മുടെ അലാം വീണ്ടും അടിക്കും. അതായത് നമ്മുടെ തലച്ചോറിന്റെ കോർട്ടിക്കൽ ഭാഗം ഇപ്പൊ സ്ലീപ്പ് സൈക്കിളിൽ നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഈ സ്നൂസ് അലാം അടിക്കുന്നത്. അതോടെ നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ ബ്രേക്ക് ആവും. സ്ലീപ്പ് ഇനേർഷ്യ, അതായത് വീണ്ടും ഉറങ്ങാനുള്ള ഒരു ഉറക്കം തൂങ്ങിയ ഒരു ടെൻഡൻസി നമ്മളെ നല്ലപോലെ ബാധിക്കും. ഇത് മൊത്തത്തിലൊന്ന് തട്ടിക്കുഴഞ്ഞു വരാൻ, മാറ്റി നോർമൽ മോഡിലോട്ട് വരാൻ മിനിമം ഒരു 3-4 മണിക്കൂറെങ്കിലും എടുക്കും. അതുകൊണ്ട് നമ്മൾ രാവിലെ ഏറ്റവും കാര്യമായി പ്രവർത്തിക്കേണ്ട സമയത്ത് നമ്മുടെ ജോലി ചെയ്യുന്ന വേഗത, നമുക്ക് ആ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള നമ്മുടെ കഴിവ്, ചിന്തിക്കാനുള്ള എബിലിറ്റി, ഇതിനെ എല്ലാം ഡൗൺ ആക്കും. രാവിലെ ഫ്രഷ് മൈൻഡിൽ ചെന്നിരുന്ന് ചെയ്യേണ്ട ജോലി ഉറക്കം തൂങ്ങിയിരുന്ന് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഏറ്റവും ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഫോണിലെ അലാം പരിപാടി നിർത്തി ഒരു അലാം ക്ലോക്ക് വാങ്ങുക. ചെറിയൊരു ടൈം വേസ്റ്റ്. പറ്റുമെങ്കിൽ ഉറങ്ങാൻ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഓഫ് ചെയ്യുക. റൂമിൽ നിന്ന് തന്നെ മാറ്റി വെക്കുക. സ്മാർട്ട് ഫോണിൽ നിന്ന് വരുന്ന ലൈറ്റ് തന്നെ ഉറക്കത്തിന് തടസ്സമാണ് എന്നാണ്. അലാം അടിക്കുന്ന സമയത്ത് എന്തായാലും എഴുന്നേൽക്കുമെന്ന് ആദ്യം മനസ്സിൽ തീരുമാനിക്കണം. പെട്ടെന്നുടനെ എഴുന്നേക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്പേഴ്സ് പുറകോട്ട് എണ്ണുന്ന 5, 4, 3, 2, 1 ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ എണ്ണുന്നത് ഒരു ശീലമാക്കാം. ഇതൊന്നും അല്ലെങ്കിൽ അലാം കൈ എത്തുന്ന ദൂരത്ത് വെക്കാതിരിക്കുക. എഴുന്നേറ്റ് ചെന്ന് ഓഫ് ചെയ്താലേ അലാം നിർത്താൻ പറ്റുള്ളൂ എന്നൊരു വഴിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എഴുന്നേക്കാതിരിക്കത്തില്ല. പിന്നെ എന്നും എഴുന്നേൽക്കുന്ന ഒരു സമയം ഫിക്സ്ഡ് ആയിട്ട് വെക്കുക. അതിന് നേരത്തെ എന്തെങ്കിലും അത്യാവശ്യത്തിന് അതിന് മുന്നേ എഴുന്നേൽക്കേണ്ടി വന്നാൽ തണുത്ത വെള്ളത്തിൽ കുളിക്കുക. നമ്മുടെ ബ്രെയിനിനെ തട്ടി ഉണർത്താൻ ഏറ്റവും നല്ല കാര്യമാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മുടെ ഉറക്കം തൂങ്ങിയ രാവിലെകളൊക്കെ ഒന്നും കൂടി ഉത്സാഹമുള്ളതാവും. നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധ കൊടുക്കാനും കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് അല്പം കൂടെ വ്യക്തതയുള്ള നല്ല സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യാൻ നമുക്കിത് നല്ലതായി. ഇന്നത്തെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ്സായി രേഖപ്പെടുത്തുക. നന്ദി.